ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തൈറോയിഡ് ഗ്ലാൻഡിനെ കുറിച്ചാണ്. തൈറോയിഡ് ഗ്ലാൻഡ്. വാട്ട് ഈസ് തൈറോയിഡ് ഗ്ലാൻഡ്? നമുക്ക് എല്ലാവർക്കും അറിയാം, എൻഡോക്രൈൻ സിസ്റ്റത്തില് ഉള്ള ഒരു ഗ്ലാൻഡ്, എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് എന്ത്? തൈറോയിഡ് ഗ്ലാൻഡ്. ആൻഡ് തൈറോയിഡ് ഗ്ലാൻഡ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? തൈറോയിഡ് ഗ്ലാൻഡ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ നെക്ക്, just below the cricoid cartilage at the level of the 5th, 6th, 7th cervical and first thoracic vertebra. ഇതൊരു ഹൈലി വാസ്കുലാർ ആയിട്ടുള്ള ബട്ടർഫ്ലൈ ഷേപ്പിലുള്ള ഒരു ഗ്ലാൻഡ് ആണ്. അത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഇൻ ഫ്രണ്ട് ഓഫ് ദ നെക്ക് ആണ്, അതായത് ഇൻ ഫ്രണ്ട് ഓഫ് ദ ലാരിങ്സ് ആൻഡ് ട്രക്കിയ at the level of the 5th, 6th, 7th cervical and first thoracic vertebra. അതിന്റെ സെക്രീഷൻസിന് പറയുന്ന പേരാണ് T3, T4 ആൻഡ് കാൽസിറ്റോണിനും ഉണ്ട്. ഈ കാൽസിറ്റോണിൻ സെക്രീറ്റ് ചെയ്യുന്നത് പാരാഫോളിക്കുലാർ സെൽസ് ഓഫ് ദ തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. അതുപോലെ തന്നെ T3നെ ട്രൈ അയഡോതൈറോണിനും T4ന് തൈറോക്സിൻ എന്നുമാണ് നമ്മൾ പറയുന്നത്. തൈറോക്സിൻ അല്ലെങ്കിൽ ടെട്രായഡോ തൈറോണിൻ. ഇനി തൈറോയിഡ് ഗ്ലാൻഡിനെ ബാധിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കണ്ടീഷൻസ് ആണ് എന്ത്? ഹൈപ്പർ തൈറോയിഡിസം ആൻഡ് ഹൈപ്പോ തൈറോയിഡിസം. ഇതിൽ ഹൈപ്പർ തൈറോയിഡിസം എന്താന്ന് നോക്കാം. ഹൈപ്പർ തൈറോയിഡിസം അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഗ്രേവ്സ് ഡിസീസ്. എക്സസ് പ്രൊഡക്ഷൻ ഓഫ്, ആൻഡ് ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എക്സസ് പ്രൊഡക്ഷൻ ഓഫ് ദ T3 ആൻഡ് T4 വേർ ദ ലെവൽ ഓഫ് TSH ഈസ് വെരി ലോ. അതായത് T3യും T4ഉം കൂടുതലായിരിക്കും, പക്ഷേ അവിടെ TSHന്റെ ലെവല് കുറവായിരിക്കും. അതായത് ഹൈപ്പർ തൈറോയിഡിസം ഓർ ഗ്രേവ് ഡിസീസ് എന്ന് പറയുന്നത് എക്സസ് പ്രൊഡക്ഷൻ ഓഫ് ടെട്രായഡോതൈറോണിൻ, അതായത് T4, ഓർ ട്രൈഅയഡോതൈറോണിൻ, അതായത് T3, ആൻഡ് വേർ TSH ഈസ് വെരി ലോ. അതിന്റെ എറ്റിയോളജിക്കൽ ഫാക്ടർ എന്ന് പറയുന്നത് ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈറോയ്ഡ് ഹോർമോണിന്റെ പ്രൊഡക്ഷൻ കൂടുന്നതാവാം, അതായത് T3, T4 ഒക്കെ ലെവല് ബ്ലഡിൽ കൂടുന്നതാവാം. ഈ എൻഡോക്രൈൻ ഗ്ലാൻഡിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡക്ട്ലെസ് ഗ്ലാൻഡുകളാണ് അല്ലെ. അതായത് ഈ ഹോർമോൺസ്, എൻഡോക്രൈൻ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഒക്കെ ഡയറക്ട്ലി റിലീസ്ഡ് ഇൻ ടു ദ ബ്ലഡ് ആയിരിക്കും. അതായത് ഡക്റ്റുകൾ ഇല്ലാത്ത ഗ്ലാൻഡ് ആണെന്ത്? എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. ആൻഡ് തൈറോയിഡ് ഗ്ലാൻഡിന്റെ എറ്റിയോളജിക്കൽ ഫാക്ടർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ജെനറ്റിക് ആവാം, അല്ലെങ്കിൽ ഹൈ അയഡിൻ ആവാം, അല്ലെങ്കിൽ വേരിയസ് ട്യൂമേഴ്സ് ആവാം. തൈറോയിഡ് ട്യൂമറോ, ഓവറീസ്, ടെസ്റ്റിസോ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ട്യൂമേഴ്സോ ആവാം. അതുപോലെ തന്നെ ലാർജ് എമൗണ്ട് ഓഫ് ടെട്രായഡോതൈറോണിൻ അടങ്ങിയിട്ടുള്ള മെഡിസിൻസോ എന്തെങ്കിലും സപ്ലിമെന്റ്സോ എടുക്കുന്ന കാരണം എന്തുണ്ടാകാം? തൈറോയിഡ് സെക്രീഷൻസ് കൂടാ, അതായത് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാവാം. ഇനി അടുത്തത് പാത്തോഫിസിയോളജി ഓഫ് ഹൈപ്പർ തൈറോയിഡിസം. അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഡ്യൂ ടു എറ്റിയോളജിക്കൽ ഫാക്ടർ കാരണം, അതായത് എന്തെങ്കിലും തൈറോയിഡ് അഡിനോമിയോ, ജെനറ്റിക് ഫാക്ടേഴ്സോ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസോ, അത് കാരണം T3, T4 ലെവല് കൂടാ, വേർ TSH ലെവല് കുറയാം, ലീഡ് ടു ഹൈപ്പർ തൈറോയിഡിസം ആൻഡ് വേർ ഇൻക്രീസ്ഡ് ബേസൽ മെറ്റബോളിക് റേറ്റ്. നമുക്കറിയാം ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത് തൈറോയിഡ് ഗ്ലാൻഡിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ആണ്. അതായത് ബേസൽ മെറ്റബോളിക് റേറ്റ് ബാലൻസ് ചെയ്യുക എന്നുള്ളത് തൈറോയിഡ് ഗ്ലാൻഡിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ആണ്. അപ്പം അവിടെ T3, T4 ഒക്കെ കൂടുകയാണ്, അവിടെ ഹൈപ്പർ തൈറോയിഡിസം ആവാണ്. അപ്പൊ എന്ത് ചെയ്യും? അവിടെ ബേസൽ മെറ്റബോളിക് റേറ്റും കൂടും. ആൻഡ് ഇറ്റ് വിൽ ലീഡ് ടു കാർഡിനൽ സിംറ്റംസ് ലൈക്ക് ഡയാഫോറസിസ്, വെയിറ്റ് ലോസ്, ഹീറ്റ് ഇൻടോളറൻസ്. ദീസ് ആർ ദ three cardinal symptoms of hyperthyroidism, that is diaphoresis, weight loss and heat intolerance. Then next one is the clinical manifestations. First one is common symptoms. കുറെ common symptoms ഉണ്ട്. അതിൽ വരുന്നതാണ് ഡയാഫോറസിസ്, ഇൻഎബിലിറ്റി ടു കോൺസെൻട്രേറ്റ്, ട്രബിൾ സ്ലീപ്പിംഗ്, വെയിറ്റ് ലോസ് ഉണ്ടാവുക, ഹെയർ ലോസ് ഉണ്ടാവുക, ഹീറ്റ് ഇൻടോളറൻസ് ഉണ്ടാവുക. Then cardiovascular symptoms അതിൽ ടെക്കികാർഡിയ ആയിരിക്കും, ഹൈ BP ആയിരിക്കും, ഇറഗുലർ പൾസ് ആയിരിക്കും, എട്രിയൽ ഫിബ്രിലേഷൻ ഉള്ള ചാൻസ് ഉണ്ട്. ദെൻ ലീഡ് ടു കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ. ഫിസിക്കൽ സയൻസ് പറയുന്നതാണ് നമ്മളെ പ്രൊട്രൂഡിങ് ഐസ്, അതായത് എക്സോഫ്താൽമസ് എന്നൊക്കെ പറയും. കണ്ണ് പുറത്തേക്ക് ഉണ്ടി വരുന്ന പോലുള്ള അപ്പിയറൻസ് ആയിരിക്കും. അതുപോലെ തന്നെ ഫൈൻ ആൻഡ് ബ്രിട്ടിൽഡ് ഹെയർ ആയിരിക്കും.
എല്ലാത്തിലും തൈറോയ്ഡ് ഗ്ലാൻഡ് ആയിരിക്കും. അതായത് ഗോയിറ്റർ, നമുക്ക് ഒരാളുടെ കഴുത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം തൈറോയ്ഡ് ഗ്ലാൻഡ് എൻലാർജ്മെന്റ് ഉണ്ടോ എന്നുള്ള കാര്യം. അപ്പം ദീസ് ആർ ദ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻസ്. എന്തൊക്കെ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ആണ് ചെയ്യുക? ഒന്ന് ഹിസ്റ്ററി കളക്ട് ചെയ്യും, ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യും. അതുപോലെ ഈ ബേസൽ മെറ്റബോളിക് റേറ്റും കൊളസ്ട്രോളിന്റെ ലെവലും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് ബേസൽ മെറ്റബോളിക് റേറ്റ് കൂടുമ്പോൾ അവിടെ നമ്മളെ കൊളസ്ട്രോൾ ലെവൽ ലോ ആയിരിക്കും. T3ന്റെ ലെവൽ നോക്കണം, T4ന്റെ ലെവൽ നോക്കണം, TSHന്റെ ലെവൽ നോക്കണം. അതുപോലെ അൾട്രാസൗണ്ട് ചെയ്യുക, CT ചെയ്യാം, MRI ചെയ്യാം. ദെൻ മാനേജ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പല എക്സാമുകളിലും നമ്മൾ ഇതിന്റെ ഡ്രഗ്സും ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ ഡ്രഗ്സും ഒക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതിൽ ഡ്രഗ് തെറാപ്പി എന്ന് പറയുന്നത് ആന്റി തൈറോയിഡ് ഡ്രഗ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതായത് പ്രൊപ്പൈൽ തയോയൂറാസിൽ എന്ന് പറയും, അല്ലെങ്കിൽ മെത്തിമാക്സോൾ. പിന്നെ അഡ്രിനർജിക് ബ്ലോക്കേഴ്സ് യൂസ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ടെക്കിക്കാർഡിയ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ പ്രൊപ്പനോൾ യൂസ് ചെയ്യുക. അതായത് പൾസ് സിംറ്റംസ് ആയിട്ടുള്ള റാപ്പിഡ് പൾസ് കൺട്രോൾ ചെയ്യാനും സ്വെറ്റിങ്ങും ആൻസൈറ്റിയും കുറയ്ക്കാൻ വേണ്ടിയിട്ടും. അതായത് ഡയാഫോറസ്റ്റ് ഉണ്ടാവും നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ, അതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊപ്പനോൾ യൂസ് ചെയ്യുന്നത്. ദെൻ പൊട്ടാസ്യം അയോഡൈഡ് ഈസ് ദ അനദർ ഡ്രഗ് ഓഫ് ചോയ്സ് ടു റിഡ്യൂസ് ദ വാസ്കുലാരിറ്റി ഓഫ് ദ തൈറോയ്ഡ് ഗ്ലാൻഡ്. നേരത്തെ നമ്മൾ പറഞ്ഞു തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഹൈലി വാസ്കുലാർ ഗ്ലാൻഡ് ആണെന്നുള്ളത്. അപ്പം ഈ വാസ്കുലാരിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൊട്ടാസ്യം അയോഡൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഈ പൊട്ടാസ്യം അയോഡൈഡ് എപ്പോഴും ഓറഞ്ച് ജ്യൂസിന്റെ കൂടെ മിക്സ് ആക്കിയിട്ടാണ് കൊടുക്കുക. കാരണം പൊട്ടാസ്യം എന്ന് പറയുന്നത് ഒരു മെറ്റാലിക് ടേസ്റ്റ് ആയിരിക്കും ഈ പൊട്ടാസ്യം അയോഡൈഡിന്. റേഡിയോ ആക്റ്റീവ് അയഡിൻ. ദിസ് ട്രീറ്റ്മെന്റ് ഡെസ്ട്രോയ് ഹോർമോൺ പ്രൊഡ്യൂസിംഗ് സെൽസ്. ഹോർമോൺ പ്രൊഡ്യൂസിംഗ് സെൽസിന്, അതായത് T3 T4 കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യാനാണ് ഈ റേഡിയോ ആക്റ്റീവ് അയഡിൻ യൂസ് ചെയ്യുന്നത്. ഇതിന് കുറെ സൈഡ് എഫക്ട് ഉണ്ട്. ഡ്രൈ മൗത്ത്, ഡ്രൈ ഐസ് ആൻഡ് ചേഞ്ചസ് ഇൻ ദ ടേസ്റ്റ്. ഇത് നിങ്ങൾ കണ്ടില്ലേ? ഇത് നോർമൽ തൈറോയ്ഡ് ആണ്. അടുത്ത പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് എൻലാർജ്ഡ് തൈറോയ്ഡ് ആണ്. അതുപോലെ എക്സോഫ്താൽമസ്, നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കാം എക്സോഫ്താൽമസ് വരുന്ന കണ്ടീഷൻ ഏതാണ് ഹൈപ്പർ തൈറോയിഡിസം. സർജിക്കൽ മാനേജ്മെന്റിൽ വരുന്നതാണ് തൈറോയ്ഡ് ലോബക്ടമി ഉണ്ട്, സബ് ടോട്ടൽ തൈറോയ്ഡക്ടമി ഉണ്ട്, ടോട്ടൽ തൈറോയ്ഡക്ടമി ഉണ്ട്. അതായത് തൈറോയ്ഡ് എന്ന് പറയുന്ന ബട്ടർഫ്ലൈ ഷേപ്പിൽ 2 ലോബായിട്ടാണ്. അതിനെ സെപ്പറേറ്റ് ചെയ്യാനാണ് നമ്മൾ ഇസ്തുമസ് ആണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ തൈറോയിഡിന്റെ ഒരു ഫുൾ ലോബ് റിമൂവ് ചെയ്യുന്നതാണ് തൈറോയ്ഡ് ലോബക്ടമി. ഒരു പാർട്ട് മാത്രമാണ് സബ് ടോട്ടൽ തൈറോയ്ഡക്ടമി. ടോട്ടൽ തൈറോയ്ഡക്ടമി എന്ന് പറയുന്നത് ടോട്ടലായിട്ട് റിമൂവ് ചെയ്യുന്നത്. നഴ്സിംഗ് കെയർ, റെസ്റ്റ് കൊടുക്കണം, ഹീറ്റ് ഇൻടോളറൻസ് ഉള്ളതുകൊണ്ട് തന്നെ കൂൾ എൻവയോൺമെന്റ് കൊടുക്കണം, ഹൈ കലോറിക് ഡയറ്റ് കൊടുക്കണം. കാരണം എന്താ, ഇവിടെ വെയിറ്റ് ലോസ് ആണ് ഉണ്ടാവുക. പിന്നെ ഡെയിലി വെയിറ്റ് നോക്കണം, അതായത് വെയിറ്റ് ലോസ് ഉള്ളതുകൊണ്ട് തന്നെ ഗീവ് ഓർഡേർഡ് മെഡിസിൻസ്, പ്രൊപ്പൈൽ തയോറാസിൽ അല്ലെങ്കിൽ മെത്തിമാക്സോളോ. പിന്നെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് ഒഴിവാക്കണം. ഈ ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ കേസിൽ സ്ട്രെസ് ഒക്കെ വരുമ്പോൾ അത് ഈ തൈറോയ്ഡ് സ്റ്റോൺ അല്ലെങ്കിൽ തൈറോടോക്സിക്കോസിസ് എന്ന കണ്ടീഷനിലേക്കൊക്കെ ലീഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് സ്ട്രെസ് ഒഴിവാക്കണം എന്ന് പറയുന്നത്. പോസ്റ്റ് തൈറോയ്ഡക്ടമി കെയർ എന്തൊക്കെയാ? വൂണ്ട് കെയർ, പെയിൻ മാനേജ്മെന്റ്, ഡയറ്ററി അഡ്ജസ്റ്റ്മെന്റ്. ദെൻ തൈറോയ്ഡ് കോംപ്ലിക്കേഷൻസ്, കാൽസ്യം ലെവൽ കുറയാനുള്ള ചാൻസ് ഉണ്ട്. കാരണം തൈറോയ്ഡ് റിമൂവ് ചെയ്യുമ്പോൾ ദർ ഇസ് എ ചാൻസ് ടു റിമൂവ് ദ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്. പാരാതൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ഒരു ഫംഗ്ഷൻ ആണ് എന്ത്? കാൽസ്യം മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്. അപ്പം ദർ ഇസ് എ ചാൻസ് ഫോർ ലോ കാൽസ്യം ലെവൽ ആൻഡ് ഇഞ്ചുറി ടു ദ റിക്കറന്റ് ലാരിഞ്ചൽ നെർവ്. റിക്കറന്റ് ലാരിഞ്ചൽ നെർവ് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട് വെൻ റിമൂവിംഗ് ദ തൈറോയിഡ്. ദെൻ എക്സസീവ് ബ്ലീഡിങ്ങിനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താ, ഹൈലി വാസ്കുലാർ ആയിട്ടുള്ള ഗ്ലാൻഡ് ആണ്. ദെൻ കോമൺലി എല്ലാ സർജറിക്കും ഉള്ളതുപോലെ തന്നെ ഇൻഫെക്ഷൻ. പിന്നെ തൈറോയ്ഡ് സ്റ്റോം, തൈറോടോക്സിക്കോസിസ്, ഈ 2 കണ്ടീഷൻസ് ആണുള്ളത്. അതിൽ ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷൻസ് ആണ്, ക്യാരക്ടറൈസ്ഡ് ബൈ അൺകൺട്രോൾഡ് ഹൈപ്പർ തൈറോയിഡിസം. അതിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ് ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പർതെർമിയ, ടെക്കിക്കാർഡിയ, ഇറിറ്റബിലിറ്റി, റെസ്റ്റ്ലെസ്നെസ്, കൺഫ്യൂഷൻ ആൻഡ് സീഷർ. ഇനി ഇതിൽ എന്തൊക്കെ MCQ ചോദിക്കാം, അതാണ് ഞാൻ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഈ ഹൈപ്പർ തൈറോയിഡിസം എന്ന കണ്ടീഷനിൽ ചോദിക്കാൻ പറ്റുന്ന MCQs. ഇത്രയും MCQ ആണ് ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്.